ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസ ഫലം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യം ഉള്ള ഒരു മാസമാണ്. ഇടവം രാശിക്കാർക്ക് ഭാഗ്യാധിപൻ കൂടിയായ ശനി, അത് 9ാം ഭാവമാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവം. ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ആ ശനി ഉപജയസ്ഥാനമായ 11ാമിടത്ത് ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നു. അത് വളരെ ആനുകൂല്യങ്ങൾ തരേണ്ടതാണ്. ശനിയാണ് പല കാര്യങ്ങൾക്കും അലസതയും താമസവും ഒക്കെ ഉണ്ടാകാം. ഇതുവരെ പോലും വളരെ ദീർഘകാലമായിട്ട് പരിശ്രമിച്ചിട്ട് ഒരു കാര്യം പോലും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും ഈ സെപ്റ്റംബർ മാസത്തിൽ ശനി ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകും. കൂടാതെ 5ാം ഭാവമാണ് മറ്റൊരു ഭാഗ്യഭാവം. ആ ഭാവത്തിൻ്റെ അധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് വരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുതരേണ്ട ഒരു മാസമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ അതീവ ശ്രദ്ധ ഒക്കെ ആവശ്യമാണ്. രാജയോഗങ്ങൾ കിട്ടും, നേട്ടങ്ങൾ കിട്ടും എന്ന് മാത്രം അല്ലല്ലോ. അതിനിടയ്ക്ക് ചില കയ്യബദ്ധങ്ങളോ വാക്ക് നഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് മൂലമോ ഒക്കെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാം. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതായത് വാക്കുകൊണ്ട് എന്താ ഇത്ര നഷ്ടം എന്നൊക്കെ ചോദിക്കുന്നവർ കാണാം. എങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞു, ഒരാൾക്ക് കുറച്ച് പണം കടം വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. കൊടുത്തില്ല എങ്കിൽ ആ വാക്ക് പാഴ്വാക്കാകുകയും ഒരു ശത്രുവിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. എന്നാൽ വാക്ക് പാലിക്കുവാൻ വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച് സഹിച്ച് ഈ പണം വാങ്ങി കടം കൊടുത്താൽ അത് വലിയ ദുരിതത്തിലേക്ക് ചിലപ്പം പോയി എന്ന് വരാം, തിരിച്ച് കൊടുത്തു എന്ന് വരികയില്ല. അങ്ങനെ വരുമ്പോൾ കുൽസിത ബുദ്ധിക്കാരാണ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എങ്കിൽ അത് ചില കാലങ്ങളിലൊക്കെ അങ്ങനെ ശത്രുത മനോഭാവവും കുൽസിത ബുദ്ധിക്കാരും ഒക്കെ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും സഹപ്രവർത്തകരായിട്ടും ഒക്കെ വന്ന് പെട്ടുപോകാറുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാതെ ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേർന്ന് സേവന രംഗവുമായി ബന്ധപ്പെട്ട് നല്ല തൊഴിൽ പുരോഗതി വന്നു ചേരുക, വിദേശത്ത് പോകുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. കുടുംബത്തെ ഒരു സ്വസ്ഥത കുറവ് ഉണ്ടാകുന്നതിന് വളരെ സൂചനയുള്ള ഒരു മാസമാണ്. കുടുംബ അംഗങ്ങളുമായിട്ട് ഒത്തുപോകുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകാം. അതൊക്കെ പറഞ്ഞ് ഒക്കെ വളരെ രമ്യമായിട്ടൊക്കെ പോയാൽ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ദേഷ്യം നിയന്ത്രിക്കണം. 2ൽ ചൊവ്വയാണ്. ആഗ്നേയ ഗ്രഹമായ ചൊവ്വ അത് 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്ക്, ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക്, ഒരു ഉത്തരവിറക്കേണ്ടവർ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ചുമതലയുള്ളവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ. അതൊരു കുടുംബത്തെ ആയാലും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് നടത്തുന്നവർക്കായാലും വലിയ വലിയ കമ്പനികൾ നടത്തുന്നവരോ ഉൽപ്പാദിത രംഗങ്ങൾ നടത്തുന്നവരോ ഡീലർഷിപ്പ് നടത്തുന്നവർ, വലിയ വലിയ സംഘടനയുടെ ഉന്നത പദവിയിലിരിക്കുന്ന നേതാക്കന്മാർ മുതൽ താഴോട്ട് ഇങ്ങോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും അവരവരുടെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഒരു കമാൻഡിങ് പവർ വർദ്ധിക്കുന്ന ഒരു മാസമാണ്. അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഒരു ഗവൺമെൻറ് ജോലി സ്ഥിരപ്പെടുന്നതിനൊക്കെ യോഗമുണ്ട്. അപ്പോയിൻമെൻറ്റ് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കിട്ടുകയില്ല. തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലിയും അത് വിദേശത്തും ആകാം എന്നുണ്ട്. നല്ല ഭാഗ്യാവസ്ഥ വന്നു ചേരേണ്ട ഉത്തമമായ സമയമാണ് ഈ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്ന് പെടുവാൻ സൂചനയുണ്ട്. കൊള്ളുകയറാത്ത സുഹൃത്തുക്കളൊക്കെ വന്നു ചേരുകയും അത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അലസത വന്നു വരികയും ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി പഠനത്തിനായിട്ട് മാറ്റിവെച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്കോർ ലഭിക്കൂ. വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ലഭിക്കണമെങ്കിൽ
ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഉയർന്ന പദവിയുള്ള ഉയർന്ന ശമ്പളത്തോടു കൂടിയ ജോലി കരസ്ഥമാക്കണമെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാകണം. അതുപോലെയുള്ളൂ. അതിന് അധിക പ്രയത്നം ആവശ്യമാണ്. കഷ്ടിച്ച് എവിടെയെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോയി അത് കാര്യമില്ല. അതുകൊണ്ട് അതീവ ജാഗ്രത പഠനകാര്യത്തിൽ കുട്ടികൾ ആവശ്യം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഈ മാസം വളരെ നല്ലതാണ്. ഭാഗ്യശാലികൾ. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട്, അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ധന ആഗമന യോഗവും ഒക്കെയുള്ള ഒരു സമയമാണ്. സമ്പത്ത് വർദ്ധിക്കുക, കടം വീടുക, വാക്ക് പാലിക്കാൻ പറ്റുക, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. കൃഷിക്കാരായാലും മറ്റ് ഏത് തൊഴിൽ ചെയ്യുന്നവർ, വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവരോ, ഇനി അതല്ല മറ്റ് ഗവൺമെൻറ് ജീവനക്കാർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, എക്സ്പോർട്ടിങ് ചെയ്യുന്നവർ, ഇമ്പോർട്ടിങ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ജോലിക്കാർക്ക് നല്ലതാണ്. കലാകാരന്മാർക്ക് അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു മാസമല്ല. പല തരത്തിലും അലസത വന്ന് വിടുവാനും നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. എല്ലാവരും വാക്ക് പാലിക്കാം എന്ന് പറഞ്ഞാൽ വാക്ക് പാലിച്ചു എന്ന് വരികയില്ല. അതാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും വിജയങ്ങൾ വന്നു ചേരുവാനുമൊക്കെ ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ നേരിട്ട് വരികയോ ഫോൺ വിളിച്ചോ ഒക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്.